റുട്ടീനാണ് കേട്ടോ. മോർണിംഗ് റുട്ടീൻ എന്നല്ല, ഞാൻ രാവിലെ എന്താ ചെയ്യുന്നത്, കുറച്ച് നേരം ഞാൻ ഓഫീസിൽ പോകണ വരെ കുറച്ച് എന്താ പറയുക, ഇപ്പം ടൈം 7:40, ഒരു 9 മണി വരെ ഉള്ള എൻ്റെ റുട്ടീനാണ് ഞാൻ പറയണത്. എന്നത്തെ അല്ല, ഞാനും ഒരു അപ്പാർട്ട്മെൻറ്റിലായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വെനസ്ഡേ ആൻഡ് സാറ്റർഡേ ഞങ്ങൾക്ക് വേസ്റ്റ് വെക്കണ്ട. അപ്പോൾ ഞാൻ അപ്പോഴത്തേക്കും ഫ്രിഡ്ജിൽ നിന്നുള്ളതെല്ലാം ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ ആവശ്യത്തൊക്കെ എടുത്ത് മാറ്റി ഞാൻ ബക്കറ്റിലേക്ക് ഡംപ് ചെയ്യും. അപ്പം ഇന്ന് അങ്ങനെ ഒരു ദിവസം. അപ്പം ഇന്ന് അതാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ ഫ്രിഡ്ജിലുണ്ടാവും, അപ്പോൾ നമുക്കത് നോക്കാമെന്ന്. ഓക്കെ, സോ വെൽക്കം ടു മൈ ചാനൽ. ഫസ്റ്റ് ടൈം ആണെങ്കിൽ ഐ എം അശ്വനി. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ വെനസ്ഡേയും സാറ്റർഡേ ആണ് വേസ്റ്റ് അടിക്കാൻ വരുന്നത്. ആൻഡ് ഓൾറെഡി കുറച്ച് ആൾക്കാരൊക്കെ കൊണ്ട് വെച്ചു. അവരെപ്പോഴാണ് കറക്റ്റ് ടൈം അങ്ങനെ ഇല്ല. അവരിപ്പം നേരത്തെ 8 മണിക്ക് മുന്നേ വരും, പക്ഷേ ഇപ്പം അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ അത് തന്നെ എനിക്ക് അത് പോണേ മുന്നേ വെക്കണം. ബിക്കോസ് ഞാൻ കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ വെച്ചിട്ടില്ല. അപ്പം എനിക്ക് എന്തായാലും ഈ ആഴ്ച വെക്കണം. ആൻഡ് മോർണിംഗ് ഇവിടെ നല്ല വ്യൂ, നല്ല രസമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെയും കൂടെ കുറച്ച് ക്ലീൻ ആക്കാനുണ്ട്. ഓൾറെഡി പ്ലാസ്റ്റിക്കൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും നമുക്ക് ഇതിലേക്ക് വയ്ക്കാം. മേലോട്ട് ഇതൊക്കെ ഞങ്ങൾ വീട്ടിൽ പോകുമ്പോഴാണ് കേട്ടോ ഇതൊക്കെ ഞങ്ങൾ കത്തിക്കുക അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് വെക്കണതൊക്കെ. എൻ്റെ ചെടി, കുറച്ച് ചെടികളേ ഉള്ളൂ. ഇങ്ങോട്ട് എടുക്കാം. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, ഞാൻ കഴിഞ്ഞ ആഴ്ച വെക്കാത്തതുകൊണ്ട്. ഫ്രിഡ്ജ് ക്ലീൻ ആക്കാനുണ്ട് അത്യാവശ്യം. ഇതെല്ലാം എനിക്ക് മാറ്റാനുള്ളത് കേട്ടോ. ചിലതിലൊക്കെ ഒന്നും ഉണ്ടാകത്തില്ലായിരിക്കും, ബട്ട് എന്നാലും ഐ ഹാവ് ടു ക്ലീൻ ഓൾ ദീസ്. അപ്പോൾ ഇത് ഞാനിതൊക്കെ ക്ലീൻ ചെയ്തിട്ട് കാണിക്കാം. കുറച്ച് ചോക്ലേറ്റ്സ് ഞങ്ങളിവിടെ താമസിക്കുമ്പോൾ തന്നെ ഈ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാം സെമി ഫർണിഷ്ഡ് ആയിരുന്നു, അതുകൊണ്ട് നമുക്കിതൊന്നും വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. യൂസ് ചെയ്യാനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ചോക്ലേറ്റ് മാത്രമേ ഉള്ളൂ, നമുക്ക് വെക്കാം. ഫ്രിഡ്ജൊക്കെ ഇപ്പോൾ മുരിങ്ങിയ ഇല കിട്ടി. സോ നമുക്കിതൊന്ന് വെച്ചിട്ട് നമുക്ക് തോരൻ ഉണ്ടാക്കാം. പണികളൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ പാത്രങ്ങളെല്ലാം കൂടെ ഒന്ന് ഫിനിഷ് ചെയ്യണം. പണികൾ കഴിഞ്ഞതിൻ്റെ പണി കഴിഞ്ഞു ഗൈസ്. ഇനി പാത്രം കഴുകാം. നമുക്ക് പാത്രം കഴുകാൻ ഇഷ്ടമല്ല, പക്ഷേ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ. ചടപടിന്ന് പാത്രം കഴുകാം. ജോതു ഇന്നെന്താ കഴിക്കാൻ വേണ്ടേ? എന്തൊക്കെ ഉണ്ടെന്നാ ഹോട്ടലാ?
ഹിയർ കംസ് മൈ ഹെൽപ്പർ. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത കറി ലീവ്സൊക്കെ അടിച്ച് വാരിക്കളയാൻ മിസ്റ്റർ ഹസ്ബൻഡ് വേഗാവട്ടെ. എനിക്കിന്ന് 2 പാത്രം കൂടെ ഉള്ളൂ. ഞാൻ ഇവിടെ ഫിനിഷ് ചെയ്തിട്ട് വരാം. നോക്ക്, ഞാൻ ഫുഡ് വാങ്ങിക്കണ ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ വെക്കും കേട്ടോ. എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഇട്ട് കൊടുക്കാനും അല്ലെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വെക്കാനും ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ ഈ പാത്രങ്ങൾ 2 എണ്ണം 3 എണ്ണമൊക്കെ മാറ്റി വയ്ക്കും. അല്ല ഞാൻ എൻ്റെ പാത്രം കഴുകൽ കഴിഞ്ഞു. ഇത് കളയണം. ഇവിടെ ക്ലീനാക്കണം. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എന്തോ വാങ്ങിച്ചതാട്ടോ, ഈ ഇങ്ങനെ വിമ്മിട്ട്. ബട്ട് ഇതെനിക്ക് വർക്കൗട്ട് ആവണില്ല. ഞാൻ ഇവിടെ നിൽക്കുമ്പം ഇതിനകത്തല്ല വരുന്നത്, ഇതിനകത്തല്ല, ഇതിൻ്റെ പുറത്തേക്കാണ് പോണേ. അപ്പോൾ അത് കാരണം ഞാൻ ഇത് യൂസ് ചെയ്യല്ല. ഞാനിപ്പോൾ ഇതൊക്കെ കഴുകിയിട്ട് ഇങ്ങനെ വെക്കാനായിട്ട് യൂസ് ചെയ്യുക. തുടയ്ക്കും. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടുപിടിച്ച ജ്യോതിയുടെ മാത്രം റുട്ടീൻ. എനിക്കിഷ്ടമല്ല കേട്ടോ ഈ സാധനം ഒന്നും, അതുകൊണ്ട് ഞാൻ കുടിക്കത്തില്ല. ഇതിലേക്ക് നോർമൽ വെള്ളമാണോ ചൂടുവെള്ളമാണോ? കാണിച്ചേ. ഇളക്കി 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 ഇളക്കി. ഓ എന്താ രുചി, എന്നാ ടേസ്റ്റ്. എന്താന്ന് പറ. ആരുണക്കി പൊടിച്ച്? ഇത് കുടിച്ചാൽ എന്തൊക്കെയാണ് ഗുണങ്ങൾ? കുടിക്കുന്ന ആൾക്ക് അതറിയോ നോക്കട്ടെ. ഓ ഓക്കെ ഓക്കെ അറിയാം എന്തെങ്കിലൊക്കെ. നമ്മൾ ഇനി നമ്മുടെ ബാക്ക് ടു പണികളിലേക്കാണ് കേട്ടോ ഇനി കിടക്കണേ. ഇനി ഇന്നത്തെ പണി എന്ന് വെച്ചാൽ നമുക്ക് മുരിങ്ങയില തോരൻ ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. മുരിങ്ങയില തോരനും മുട്ട വറുത്തതും. ഇത് അവൻ കഴിക്കില്ല, ബിക്കോസ് അവൻ ഇപ്പം ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നുകൊണ്ട് അവൻ കിടന്ന് ഉറങ്ങും. അപ്പം ഞാനേ ചോറ് കൊണ്ടുപോകുന്നുള്ളൂ. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടുള്ള കറിയാണത്. അപ്പം ജ്യോതിയുടെ അമ്മ കൊണ്ടുവന്നതാ, അമ്മ തന്നുവിട്ടതാ. അമ്മ ജ്യോതിൻ്റെ അമ്മ തന്നുവിട്ട മുരിങ്ങ ഇലയും പരിപ്പ് ഇവിടെ ഉണ്ട്. അപ്പോൾ പരിപ്പ് ഇട്ട് ഞാൻ വെക്കാമെന്നാണ്, തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കണതാണ് കേട്ടോ. പെട്ടെന്ന് ചടപടി ഉണ്ടാക്കണം. ബിക്കോസ് ഇറ്റ്സ് ഓൾമോസ്റ്റ് 8:30 അമ്മേ. ഇവിടെ ഞാനും ജ്യോതിയും മാത്രം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് 1 ഗ്ലാസ് അരി, 1 ഗ്ലാസ് എടുത്തിട്ടില്ല ഞാൻ കേട്ടോ. ഞങ്ങൾക്ക് ഇത്ര മതി.
വൈകുന്നേരത്തേക്കും ഇപ്പോഴത്തേക്കും കൂടെ. കാരണം ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കഴുകിയിട്ട് ഞാൻ പെട്ടെന്ന് ചടപടേന്നാക്കട്ടെ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് എന്നും രാവിലെ ഞാൻ ചോറൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. ഇതിപ്പോൾ മുരിങ്ങയില തോരൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നതാ. അല്ലെങ്കിൽ ഞാൻ മോർണിംഗ് എന്താണോ കഴിക്കുന്നത് അത് തന്നെ ഇച്ചിരി കൂടുതലുണ്ടാക്കിയിട്ട് ഞാൻ കഴിക്കുക ചെയ്യുക. വെള്ളം അപ്പത്തേക്കും അവിടെ ആവട്ടെ. നമ്മൾ മുരിങ്ങ ഇല ക്ലീൻ ആക്കാം കേട്ടോ. ചടപടേന്ന് നമുക്ക് ചെയ്യാം. ബിക്കോസ് എൻ്റെ സമയം തീരാറായി. അയ്യോ, ഈ കോലും അതൊന്നും ഇഷ്ടമല്ല കേട്ടോ. കോലും അതൊക്കെ ഞാൻ പറ്റുന്ന പോലെ കളയാം. പണ്ട് ഞാൻ മുരിങ്ങയില ഫാനൊന്നുമല്ല, പക്ഷേ പണ്ട് വീട്ടിൽ കിട്ടുമ്പോൾ ഞങ്ങളാണ് നന്നാക്കി കൊടുക്കണം. അപ്പോൾ ഈ കുമ്പും കോലൊക്കെ തോരൽ കിട്ടുമ്പോൾ എനിക്കിഷ്ടമല്ല. ഇപ്പോഴങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ എനിക്ക് ഇപ്പോൾ ഞാനിങ്ങനെ ഫുൾ വാരിയിട്ടിട്ട് ഞാൻ ലാസ്റ്റ് കുറച്ചിടും. എന്നെ ഹെൽപ്പ് ചെയ്യേണ്ട ആളെന്നെ ഹെൽപ്പ് ചെയ്യണില്ല. അപ്പോൾ പിന്നെ ഞാനത് ഐ ആം ഡൂയിങ് ഇറ്റ് അലോൺ. പിന്നെ എനിക്ക് ഓഫീസിൽ പോകണം. പിന്നെ ഇന്നലെ ചപ്പാത്തി ഞങ്ങൾ വാങ്ങിക്കുക ചെയ്തായിരുന്നു ബീഫിൻ്റെ ഒപ്പം. അപ്പം ആ ചപ്പാത്തി ഉള്ളതുകൊണ്ട് ഞാനിന്ന് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് സമാധാനമുണ്ട്. ബീഫ് കറി ഒന്ന് ചൂടാക്കിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിന് ടെൻഷനില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ആടിപ്പാടിക്കണം. അല്ലെങ്കിൽ എനിക്ക് മോർണിംഗ് ഇത്ര സമയം കിട്ടില്ല. ഞാൻ ചടപടേന്ന് പറഞ്ഞ് ഓടും. എനിക്കാണെങ്കിൽ ക്ലൈമറ്റ് മാറുകൊണ്ട് ഭയങ്കര ചുമയും എല്ലാം കൂടി ആയതുകൊണ്ട് അമ്മ നൂലൊക്കെ ഇട്ട് കെട്ടിയതാണ്. അപ്പോൾ നൂലൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം വാരി ഇട്ടിട്ട് ലാസ്റ്റ് ഇങ്ങനെ ആക്കിയാലോ. പക്ഷെ ഇത് ഭയങ്കര പാടാന്ന് എനിക്ക് തോന്നുന്നു. ഇത് പിന്നെ വാടാൻ ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ. അപ്പോൾ പിന്നെ കുറച്ച് മതി. പിന്നെ അയ്യോ ആ ഗ്യാപ്പിലല്ലേ നമുക്ക് പരിപ്പ് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. പരിപ്പ് മറ്റേ മസൂർ ദാളായതുകൊണ്ട് പെട്ടെന്നാവും. ഇച്ചിരി മതി കേട്ടോ. ശരി, മുരിങ്ങയില ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഇത്ര എടുത്തിട്ടുണ്ട്. അവിടുന്ന് പരിപ്പ് വേവുമ്പോഴേക്കും നമുക്ക് കുറച്ചും കൂടെ 2-3 കൂടെ എടുക്കാം. ബാക്കി അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇത് വാടിക്കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ കുറച്ചതേ വേണം. കുറച്ചും കൂടെ എടുത്തിട്ട് നമുക്ക് തിരിച്ചു വയ്ക്കാം. ഓക്കെ, ഇത് മതി. അതുപോലെ നമുക്ക് ഭദ്രമായി നമുക്ക് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം.
നെട്ടത് നമുക്ക് കെട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ കറികളൊക്കെ ഇവിടെ ഉണ്ടാക്കണം ഭയങ്കര കുറവാട്ടോ ഞാൻ. ബിക്കോസ് മുരിങ്ങനൊന്നും കിട്ടാണ്ടാവില്ലല്ലോ. പിന്നെ അമ്മ ഇന്നിപ്പോൾ കൊടുത്തു വിട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഞാൻ കണ്ടില്ലായിരുന്നു ഫ്രിഡ്ജ് അങ്ങനെ എപ്പോഴെപ്പോഴും നോക്കത്തൊന്നുമില്ല, കാരണം വെക്കണ സാധനം നമുക്കറിയാമല്ലോ. അതുകൊണ്ട് പക്ഷെ ഇന്ന് കിട്ടിയോണ്ട് നമുക്ക് സിമ്മിലേക്ക് ആക്കാം കേട്ടോ. ഇതെല്ലാവരും വെക്കണ കറിയായിരിക്കും, ബട്ട് എനിക്ക് ഈ പരിപ്പിനേക്കാളും എനിക്ക് ശരിക്കും എൻ്റെ ഫേവറേറ്റ് മത്തങ്ങയും പരിപ്പും. എൻ്റെ അമ്മ എനിക്ക് എന്തൊരു ഇഷ്ടമാണെന്നറിയോ മത്തങ്ങയും പരിപ്പും. പണ്ട് ഞാൻ ഓർക്കട്ടെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഞാൻ അത് മാത്രമായിരുന്നു എപ്പോഴും കൊണ്ടുപോകണം. അയ്യോ എനിക്ക് എന്തൊരു ഇഷ്ടമാണ് മത്തങ്ങയും. എനിക്ക് മുരിങ്ങയുടെ സ്മെല്ല് ഇഷ്ടം, പക്ഷേ എനിക്ക് തൊണ്ടവേനയും ചുമയൊക്കെ ആണെങ്കിൽ ഈ ഇലയുടെ മണം കിട്ടണില്ല. അത് കാരണം കുഴപ്പമില്ല. ഇത് കഴിഞ്ഞു, നമുക്ക് കഴുകി കൂട്ടി ഒന്ന് വയ്ക്കാം. കഴുകിട്ടോ, ഇത് കഴുകി നമുക്ക് ഞാൻ വെളുത്തുള്ളിയുടെ തൊണ്ട് ഞാൻ കളയല്ല കേട്ടോ, 3 എണ്ണം. പിന്നെ ഇങ്ങനത്തെ കുഞ്ഞുള്ളി ഭയങ്കര പാടാ തൊണ്ട് പൊളിക്കാൻ കേട്ടോ. ഓക്കെ, നമുക്കിനി ഒന്ന് കഴുകിയെടുക്കാം ഇത്രയും സാധനങ്ങൾ. ഓക്കെ, നമുക്കത് വെച്ചരയ്ക്കാം.
പുറത്തേക്ക് പോകാൻ. ഇത് സ്റ്റീലിൻ്റെ ആയതുകൊണ്ടല്ലേ ഇത് കുളത്തിലാണ് എനിക്കിഷ്ടമല്ലത്. നമുക്ക് ഞങ്ങളുടെ മുരിങ്ങയിലയും പരിപ്പും റെഡി ആയിട്ടുണ്ട്.
ഇല്ല, അത് കുറേ വെക്കേണ്ടിരുന്നാൽ മതി. ആ താഴത്തേക്ക് വരരുത്, മേളിൽ മാത്രം നിൽക്കണം. ഇനി നമ്മൾ മുട്ട എന്തെല്ലാവട്ടെ, ഞാൻ പല്ല് വെച്ചല്ലോ. കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് പച്ചമുളക്, ഒരു മുട്ടയും കൂടെ നമുക്ക് എടുക്കാം. മുട്ട വറുത്തു, പൊമ്മനായിട്ട് അവന് ഇതാക്കി തന്നു. പിന്നെ മുരിങ്ങയിലയും പരിപ്പും ചോറ് അടുപ്പത്ത് അവിടെ ആയിട്ടുണ്ട്. പിന്നെ പണികളൊക്കെ കഴിഞ്ഞു, ഇവിടെയൊക്കെ ക്ലീനാക്കി എല്ലാം സെറ്റാണ്. ചായ കൊണ്ട് വെച്ചാൽ മതി കേട്ടോ, അതും കൂടെ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നല്ല പുതിയൊരു വ്ളോഗായിട്ട് വരുമ്പോഴേക്കും ബൈ.